രാധ, വെൽക്കം ടു നന്ദൂട്ടീസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡും മുട്ടയും പാലും കൊണ്ട് ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം 8 സ്ലൈസ് ബ്രെഡ് വേണം, പിന്നെ പനീർ വേണം, 200 ഗ്രാം പനീറാണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണം, പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര വേണം. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ്. 1/4 കപ്പ് പാല് വേണം, പാല് കൂടിപ്പോയല്. പിന്നെ 1/4 കപ്പ് കോൺഫ്ലവർ, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, ഏകദേശം 1/4 കപ്പാണ്. പിന്നെ 2 മുട്ട, കുറച്ച് ഉപ്പ് വേണം, പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് വേണ്ടി ബ്രെഡും പനീറും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ബ്രെഡും പനീറും ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സിയിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തേക്കുന്നത്. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇത് കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തത്. ഇതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് കോൺഫ്ലോറും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊരു ബോൾസിൻ്റെ പരുവം ആവുന്ന വരെ ഇത് പാല് ചേർത്തൊന്ന് കുഴയ്ക്കാം. ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത് 1/4 കപ്പ് 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നാരങ്ങ വലുപ്പത്തിലൊന്ന് റോളാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റോൾസാക്കി എടുക്കാം. അപ്പം എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് 18 റോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഒരു ബൗളോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ബ്രെഡ് ബോൾസ് മുട്ടയിൽ മുക്കിയിട്ട് ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇപ്പം 2 കൂടെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പനീർ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അയക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ.